ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100-ൽ 99 കോളും റിഗർ ആണോ റിഗ് ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. റിഗ് എന്താണെന്നും റിഗർ എന്താണെന്നും അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായാലും ശരി, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കായാലും ഇതിലൊരു സംശയമുണ്ട്. റിഗ് എന്ന് പറയുന്നതാണ് റിഗർ, ഒരിക്കലുമല്ല. റിഗർ എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ്, ഒരു ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. റിഗ് എന്ന് പറയുന്നത് വേറൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ എല്ലാം റിഗ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഖനനം ചെയ്ത് ക്രൂഡ് റിഫൈൻ ചെയ്താണ് നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയും. അതിനെയാണ് നമ്മൾ പ്രോപ്പർ റിഗ് എന്ന് പറയുക. പക്ഷെ റിഗർ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. റിഗർ എന്താണെന്നും നിങ്ങളെല്ലാം ലിഫ്റ്റിങ് എല്ലാം കണ്ടിട്ട് വീഡിയോസിലോ നിങ്ങൾ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ, നിങ്ങൾ റോഡിൻ്റെ പണിക്ക് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾ ക്രെയിൻ ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ക്രെയിൻ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ക്രെയിന് മേജറായിട്ട് 2 മാൻ പവേഴ്സാണ് വേണ്ടത്. ഒന്ന് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ക്രെയിൻ ഓപ്പറേറ്റേഴ്സും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാൻ പവറും. ഈ സപ്പോർട്ട് ചെയ്യുന്ന മാൻ പവറെയാണ് നമ്മൾ ബേസിക്കലി റിഗർ എന്ന് പറയുക. റിഗർ എന്ന് പറയുന്നത് ക്രെയിൻ എവിടെയുണ്ടോ അവിടെ റിഗർ ഉണ്ട്. ഈ ക്രെയിൻ ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ യൂറോപ്പിൽ, മിഡിൽ ഈസ്റ്റിൽ, ജർമ്മനി, അമേരിക്ക, ആഫ്രിക്ക, ചൈന, ലോകത്ത് എവിടെ പോയാലും ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ക്രെയിൻ. ഈ ക്രെയിൻ്റെ ഒപ്പം സപ്പോർട്ടീവ് സ്റ്റാഫായിട്ട് മസ്റ്റ്ലി നീഡഡ് ആയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ് റിഗർ. ഈ റിഗർ 3 രീതിയിലേക്ക് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ടണ്ണേജ് അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് കിലോ എന്താണ്, ടൺ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ, സൗദി പോലെ കൺട്രീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഗർ 3 എന്ന് പറയുന്നത് ബേസ് ആണ്. അതാണ് അവരുടെ ബേസിക് ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 10 ടൺ വരെ ലിഫ്റ്റ് ചെയ്യാനുള്ള അനുമതിയേ ഉള്ളൂ. അപ് ടു 40 ടൺ, നിങ്ങൾക്കൊരു 40 ടൺ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു റിഗർ 2 ആവണം, അല്ലെങ്കിൽ ഒരു റിഗർ 2 ഓതറൈസ്ഡ് പേഴ്സൺ അവിടെ വേണം. അല്ലെങ്കിൽ എനി വെയിറ്റ് 40 ടണ്ണിന് മുകളിലോ എനി ക്രിട്ടിക്കൽ ലിഫ്റ്റിങ്ങോ എല്ലാം നമുക്ക് ഒരു റിഗർ 1ൻ്റെ മോണിറ്ററിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു റിഗർ 1 ആയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സണോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് തോന്നും, റിഗർ 3, റിഗർ 2, റിഗർ 1 ക്ലാസിഫിക്കേഷൻസ് എന്തിനാണ്? നിങ്ങൾ റിഗർ 3 ആയി വർക്ക് ചെയ്ത് നിങ്ങൾ അതിലെ ജോബ് പഠിച്ച് ക്രെയിനെ പറ്റിയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ റിഗർ 2, റിഗർ 1ലേക്ക് ചേരാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടെക്ടോയിൽ നിന്ന് റിഗർ പഠിച്ച് പോകുന്ന ഒരാൾ പ്ലേസ്ഡ് ആവുക റിഗർ 3 ആയിട്ടാണ്. പിന്നെ റിഗർ 3 ആയി നിങ്ങൾ ജോബ് ചെയ്ത് നിങ്ങൾ ജോബ് പഠിച്ച് 1 ഇയർ 2 ഇയറിനുള്ളിൽ നിങ്ങൾ റിഗർ 1ൻ്റെ ടെസ്റ്റിന് അപ്പിയർ ചെയ്ത് നിങ്ങൾ പാസ്സായാൽ നിങ്ങളൊരു റിഗർ 1 ആണ്. വേറെ ഗ്രാജുവേഷൻസോ വേറെ സർട്ടിഫിക്കേഷൻസോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ജോബ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ മാനദണ്ഡമായിട്ട് വരുന്നുള്ളൂ. റിഗർ 1 എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണലായിട്ടും ഹൈലി പെയ്ഡ് സാലറൈസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ലോകത്ത് മിഡിൽ ഈസ്റ്റിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ജർമ്മനിയിലോ ആഫ്രിക്കയിലോ നിങ്ങൾ എവിടെ പോയാലും റിഗർ 1നുള്ള ഡിമാൻഡ്സ് വളരെ അധികമാണ്. സാലറിയും വളരെയധികം സാലറൈസ്ഡ് ആയിട്ടുള്ള ഒരു ജോബുമാണ് റിഗർ 1. ഈ റിഗറിൻ്റെ കോഴ്സ്